ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലെ അവസാനത്തെ മൊഡ്യൂൾ പഠിക്കാം. മൊഡ്യൂൾ 6-ലുള്ള ടോപ്പിക്സാണ് സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ, എയർ ആൻഡ് നോയ്സ് ക്വാളിറ്റി. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫോർ വാട്ടർ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്സ് ഫോർ എയർ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ നോയ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ ടോപ്പിക്കാണ് എൻവയറമെൻ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് EMP എന്ന് വിളിക്കും. മൂന്നാമത്താണ് EIA കേസ് സ്റ്റഡീസ് ഓഫ് EIA. അതായത് EIAൻ്റെ കുറച്ചൊരു 3-4 കേസ് സ്റ്റഡീസ് പഠിക്കാണ്ട്. ഈ 3 ടോപ്പിക്കൊന്നും പ്രീവിയസ് ഇയറിലെ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് EMPനെ കുറിച്ച് ഒരു 10 മാർക്കിൻ്റെ എസ്സേ എഴുതാനും, പിന്നെ ചോദിച്ചിട്ടുള്ളത് നോയ്സ് ക്വാളിറ്റി ഒരു 3-4 തവണ സ്റ്റാൻഡേർഡ്സ് ഓഫ് നോയ്സ് ക്വാളിറ്റി ചോദിച്ചിട്ടുണ്ട്. 2 തവണ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ചോദിച്ചിട്ടുണ്ട്, 1 തവണ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 3 ടോപ്പിക്സ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ടോപ്പിക്സിനെയും 10 മാർക്കിന് എഴുതാനുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം മൊഡ്യൂൾ 6-ന്ന്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ഉള്ളൂ ഈ മൊഡ്യൂൾ 6-ൽ പഠിക്കാൻ. എന്തൊക്കെ ചോദിച്ചാലും എഴുതാനുള്ള കുറച്ച് കാര്യങ്ങൾ EMPയിൽ പഠിക്കണം. എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ, അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിൻ്റെ കുറച്ച് എലമെൻ്റ് ഉണ്ടാവും, അതിൻ്റെ കുറച്ച് സ്റ്റേജസ് ഉണ്ടാവും. എന്ത് ചോദിച്ചാലും അത് എഴുതിയാൽ മതി. പിന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി, നോയ്സിന് കുറച്ച് സ്റ്റാൻഡേർഡ്സേ ഉള്ളൂ. അതായത് ഇൻഡസ്ട്രിയൽ സോണിൽ, റെസിഡൻഷ്യൽ സോണിൽ, സ്കൂളിലെ ഏരിയയിലൊക്കെ സ്റ്റാൻഡേർഡ് എത്രയെന്ന് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് ചിലപ്പോൾ കുറേ ഒന്നും നമുക്ക് എഴുതാണ്ടാവില്ല. 10 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യം നോയ്സ് പൊല്യൂഷൻ, ആദ്യം ഇതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ എഴുതിയിട്ട് കുറച്ച് നിങ്ങൾ നോയ്സ് പൊല്യൂഷനോ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനെ കുറിച്ചൊക്കെ എഴുതി ചേർക്കാം 10 മാർക്കിന് വേണ്ടിയിട്ട്. കറക്റ്റ് പോയിൻ്റ് എഴുതിയാലൊന്നും കിട്ടില്ല. എസ്സേ മാതിരി കുറച്ചൊന്നും എഴുതിയെങ്കിൽ 10 മാർക്കിനാണ് സാധാരണ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 10 മാർക്കിനുള്ള രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം എന്തൊക്കെയാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കൊക്കെ പോവുകയാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫോർ വാട്ടർ ക്വാളിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫോർ വാട്ടർ ക്വാളിറ്റി ഇതൊക്കെ പറയുന്നത് IS ഓരോ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ പാരാമീറ്റേഴ്സാണ് നോക്കുന്നത്. അതായത് കളർ എന്താ, സ്മെല്ലെന്താ, അതിൻ്റെ pH വാല്യൂ, ടേസ്റ്റ്, ടർബിഡിറ്റി, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ നോക്കുന്നത്. അതിൻ്റെ ആക്സെപ്റ്റബിൾ ലിമിറ്റും ഉണ്ട്, മാക്സിമം പെർമിസിബിൾ ലിമിറ്റും ഉണ്ട്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലിമിറ്റും മാക്സിമം എത്രത്തോളം ആവാന്നുള്ള കണ്ടീഷനുമാണ്. അതിൽ കളറും ഓർഡറൊക്കെ നമുക്ക് അഗ്രിയബിൾ ലിമിറ്റിൽ വേണം. കളർ എന്ന് പറയുന്നത് 5 NPTU യൂണിറ്റിലായിരിക്കണം, മറ്റേത് 15 ആയിരിക്കണം. pH വാല്യൂ അതേപോലെ 6.5 to 8.5 വേണം. 6.5 to 8.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ. ന്യൂട്രലിനേക്കാളും 7-നേക്കാളും ഒരു 0.5 കുറയുക. അതായത് അസിഡിറ്റി ഒരു 0.5 വരെ ആവാം, ആൽക്കലിനിറ്റി 8.5 വരെ ആവാം. അപ്പോൾ 6.5-നും 8.5-നും ഇടയിലായിരിക്കണം. അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ലിമിറ്റ് പറയുന്നതും അതുതന്നെ. അതിനേക്കാളും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ടേസ്റ്റ് അഗ്രിയബിൾ ടേസ്റ്റ് ആയിരിക്കണം. ടർബിഡിറ്റി NTUൻ്റെ ഫുൾ ഫോം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടർബിഡിറ്റി മീറ്ററിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എൻവയറമെൻ്റലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ മിനിമം എന്ന് പറയുന്നത് 5 ആണ്, മിനിമം എന്ന് പറയുന്നത് 1 ആണ്, മാക്സിമം എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയുന്നത് 500-2000 mg/L. ഇതൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ പാർട്ട് 5-ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. IS 456-ൽ ഓരോന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയേണ്ട കുറച്ച് വാല്യൂസാണിത്. സ്റ്റാൻഡേർഡ്സ് ഓഫ് എയർ ക്വാളിറ്റി ചോദിച്ചാൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ ഈ കുറച്ച് കാര്യങ്ങൾ എഴുതാം, ഈ ഒരു 5-6 കാര്യങ്ങൾ എഴുതാം. പിന്നെ ഉള്ളത് ജനറൽ പാരാമീറ്റേഴ്സാണ്. ജനറൽ പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ അതിലുള്ള കുറേ സാധനങ്ങൾ കണ്ടന്റ്: അലുമിനിയം, അമോണിയ, ബേരിയം, ബോറോൺ, കാൽഷ്യം, ക്രോമേറ്റ്, ദെൻ ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ, അയൺ, മാംഗനീസ്, മിനറൽ ഓയിൽസ്, ഇങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം പെർമിസിബിൾ ലിമിറ്റും ആക്സെപ്റ്റബിൾ ലിമിറ്റും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്. ആൻസർ തെറ്റാൻ പാടില്ല. ഇനിയിപ്പോൾ ആൻസറിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടെങ്കിലും വലിയ കാര്യമാക്കണ്ട. നിങ്ങളെന്ത് ചെയ്യുക, ഈ ഓരോ ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾ എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ചോദിച്ചാൽ ഫിസിക്കൽ ആസ് പെർ IS
10500/2012 സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരു 5-6 ക്വാളിറ്റീസ് എഴുതുക. ആൻഡ് ഓൾസോ ജനറൽ പാരാമീറ്റേഴ്സ് ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 എഴുതുക. ഇങ്ങനെ ഈ ഓരോ ജനറൽ പാരാമീറ്റേഴ്സ്, ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് കൺസേണിങ് ടോക്സിക് സബ്സ്റ്റൻസസ്, ഭയങ്കരമായിട്ടുള്ള ടോക്സിക്, അതായത് കാഡ്മിയം, സയനൈഡ്, ലെഡ്, മെർക്കുറി, മോളിബിഡിനം, നിക്കൽ, ഇങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ആക്സെപ്റ്റബിൾ ലിമിറ്റ് കൂടി എഴുതാം. ഈ ഒരു കോളം നിങ്ങൾ വല്ലാണ്ട് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലിമിറ്റ് എല്ലാത്തിലും ഒരു 5 എക്സാമ്പിൾ വീതം മിനിമം നിങ്ങൾ പഠിച്ചിട്ട് എഴുതുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ടു ദ പോയിൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൻസർ ചെയ്യുന്ന ടൈമിൽ. സ്ട്രീം സ്റ്റാൻഡേർഡ്സിൽ ഇതൊക്കെ എഴുതണം എന്നൊന്നുമില്ല, അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. മാക്സിമം പോയിൻ്റ് വൈസ് എഴുതാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സ്ട്രീം സ്റ്റാൻഡേർഡ്സിൻ്റെ, അതായത് സർഫസ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. സ്ട്രീം വാട്ടർ എന്ന് പറയുമ്പോൾ സർഫസ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്, അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സ് അല്ല. സർഫസ് വാട്ടർ തന്നെ ABCD എന്ന് പറഞ്ഞിട്ട് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഇതാ, ഡ്രിങ്കിങ് വാട്ടർ വിത്തൗട്ട് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ബട്ട് ആഫ്റ്റർ ഡിസിൻഫെക്ഷൻ. ക്ലാസ് B എന്ന് പറഞ്ഞാൽ വാട്ടർ ഫോർ ഔട്ട്ഡോർ ബാത്തിങ്. ക്ലാസ് C ഡ്രിങ്കിങ് വാട്ടർ വിത്ത് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ. ക്ലാസ് D എന്ന് പറയുന്നത് വാട്ടർ ഫോർ ഫിഷ് കൾച്ചർ. ക്ലാസ് E എന്ന് പറയുന്നത് ഇറിഗേഷൻ, ഇൻഡസ്ട്രിയൽ, കൂളിംഗ് ആൻഡ് കൺട്രോൾഡ് വാട്ടർ. ഇങ്ങനെ 5 ടൈപ്പ് വാട്ടറുണ്ട് നമ്മൾ സാധാരണ സർഫസ് വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ടേസ്റ്റ്, ഓർഡർ, കളറ്, pH, കണ്ടക്ടിവിറ്റി, ഡിസോൾവ്ഡ് ഓക്സിജൻ, BOD, ഇതിൻ്റെ ഒക്കെ ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്തായാലും 1 തവണ 2 തവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ സ്റ്റാൻഡേർഡ്സുകളെല്ലാം. അതുപോലെ പിന്നെ എഫ്ലുവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആസ് പെർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ റൂൾ. ഇത് ഞാൻ PPT അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ അതിലുണ്ട്. അതും ഇതുപോലെ ഒരു 37-39 എഫ്ലുവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതൊക്കെ എക്സാമിന് ബൈ ഹാർട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നോക്കാൻ നമ്മളെ കയ്യിലൊരു മെറ്റീരിയൽ വേണം, നിങ്ങളത് കീപ്പ് ചെയ്യണം. സാധാരണ PSC ടെസ്റ്റുകൾക്കൊക്കെ ഇതിൽ ഓരോ പോയിൻ്റ് വൈസ് സെപ്പറേറ്റ് നമ്മളോട് ചോദിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഓരോ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്, എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 2 തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് എസ്സേ ആയിട്ട്. എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കുറച്ച് തന്നെ ഉള്ളൂ. ഈ എയർ ക്വാളിറ്റി 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ളത്: ഇൻഡസ്ട്രിയൽ ഏരിയ, റെസിഡൻഷ്യൽ ഓർ റൂറൽ ആൻഡ് അതർ ഏരിയാസ്, ദെൻ സെൻസിറ്റീവ് ഏരിയ. സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ, സ്കൂൾസിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഏരിയ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. എയർ സ്റ്റാൻഡേർഡ്സിൽ എയറിൽ പൊല്യൂട്ടൻസ് ആണ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ ഓക്സൈഡ്, സസ്പെൻഡർ പാർട്ടിക്കുലേറ്റ് ആൻഡ് ഓൾസോ റെസ്പിറബിൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ, ലെഡ്, കാർബൺ മോണോക്സൈഡ്. ഈ സാധനങ്ങളുടെ 1 വർഷത്തിലുള്ള ലിമിറ്റും 24 അവേഴ്സിലുള്ള ലിമിറ്റും നമ്മൾക്ക് ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെ 2 എണ്ണം സെപ്പറേറ്റ് പഠിക്കണമെന്നൊന്നുമില്ല. ഒരു ആനുവലിൽ എത്ര വെയ്റ്റഡ് ആവറേജ് ഉണ്ട് ഈ ഓരോ പൊല്യൂട്ടൻസും എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, ഈ 3 ഏരിയയിലും. അടുത്തതെന്ന് പറയുന്നത് നോയ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. നോയ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നോയ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഒരു തവണ 5 മാർക്കിന് ഈ ടാബുലാർ കോളം മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നത്തെ തവണ 10 മാർക്കിനുള്ള എസ്സേ ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ എയർ ക്വാളിറ്റി ആണെങ്കിലും നോയ്സ് ക്വാളിറ്റി ആണെങ്കിലും ഈ ഓരോ ടേബിൾ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. 10 മാർക്കിന് എസ്സേ ചോദിച്ചാൽ ഈ ഒരു സ്ലൈഡിലുള്ള ഈ ടാബുലാർ കോളം മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് ഫുള്ളും കിട്ടില്ല. ടാബുലാർ കോളം എന്തായാലും വേണം, ഫസ്റ്റ് തന്നെ അത് എഴുതുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നോയ്സ് പൊല്യൂഷൻ, എങ്ങനെയാണ് നോയ്സ് ക്വാളിറ്റി ഉണ്ടാവുക, നോയ്സ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ മുന്നേ ഉള്ള മൊഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു 10 മാർക്കിനുള്ള രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും എഴുതാൻ. ഒരിക്കലും ഈ തിയറി സബ്ജക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിശുക്കി ആൻസർ ചെയ്യരുത്. മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ടു ദ പോയിൻ്റ് ഫസ്റ്റ് തന്നെ എഴുതാം, ബാക്കിയുള്ള വലിച്ചു നീട്ടലൊക്കെ ലാസ്റ്റിലേക്ക് മാറ്റും.
ഓക്കെ, അപ്പോൾ നോയിസ് സ്റ്റാൻഡേർഡ്സ് ചോദിച്ചാൽ ആ സ്റ്റാൻഡേർഡ്സ് ആദ്യം എഴുതിയിട്ട് വേണം നോയിസ് പൊല്യൂഷൻ എന്താ, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താ, അതിൻ്റെ ഓവർകം ചെയ്യാൻ എന്താ എഴുതാൻ പറ്റും എന്നൊക്കെ എഴുതാം. അല്ലാതെ നോയിസ് സ്റ്റാൻഡേർഡ് ചോദിച്ചാൽ ആദ്യം തന്നെ എന്താണ് നോയിസ് പൊല്യൂഷൻ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ടീച്ചർമാർ വിചാരിക്കും ഇത് വെറും ബ്ലഫിംഗ് ആണ്, ഇതിലൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിൻറ്റ്സ് ഫസ്റ്റ് തന്നെ എഴുതുക, എന്നിട്ട് പിന്നെ വലിച്ചു നീട്ടാനുള്ളത് ബാക്കി പിന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ടാബുലർ കോളത്തിലുള്ള പോലെ തന്നെ ഡെസിബലിലാണ് അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, എല്ലാ ടൈമിലും ഒന്നല്ല. ഡേ ടൈം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് 6 മണി, രാവിലെ 6 മണി തൊട്ട് 6 AM തൊട്ട് രാത്രി 10 മണി വരെയാണ് അവരെന്ത് പറയുന്നത്, ഡേ ടൈമായി കൺസിഡർ ചെയ്യുന്നത്. നൈറ്റ് ടൈമായി കൺസിഡർ ചെയ്യുന്നത് രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ്. അപ്പോൾ ഈ 2 ലിമിറ്റാണ് ഇതിനുള്ളത്. ഇൻഡസ്ട്രിയൽ ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് സൈലൻസ് സോണ്, ഈ ഇങ്ങനെ 4 കാറ്റഗറി ഓഫ് ഏരിയാസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾക്ക് നോയിസ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് ഇൻ ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈമിൽ. Silent zone is defined as the area up to 100 meters around such perimeters as hospital, educational institutions and court. The silent zones are to be declared by the competent authority. Use of vehicular horns, loudspeakers and bursting of crackers shall be banned in this zone. Okay. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഈ പഠിച്ച 3 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മുന്നുള്ള ഒരു 4 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് 2 സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പറും 2 മെയിൻ യൂണിവേഴ്സിറ്റി എക്സാമും നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.